പശ്ചിമേഷ്യക്ക് കനത്ത തിരിച്ചടിയുണ്ടായിരിക്കുന്നു. അമേരിക്ക നിർദ്ദേശിച്ച സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മേഖലയിൽ ഉടനീളം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹോർമൂസ് കടലെടുക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെയാണ് സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായത്. ഇറാൻ ഇതിനകം വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ കടുപ്പിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന മറുപടിയാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയതെന്നാണ് സൂചന. മേഖലയിൽ ഉടനീളം, പ്രത്യേകിച്ച് ലെബനോണിലടക്കം യുദ്ധം അവസാനിപ്പിക്കണം, ഹോർമൂസ് കടലെടുക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം നയതന്ത്ര ചർച്ച നടക്കുമ്പോഴെല്ലാം അമേരിക്ക സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് ആരോപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. അതിനിടെ ഹോർമൂസ് കടലെടുക്ക് പ്രതിസന്ധിക്കിടെ വീണ്ടും എണ്ണവില വർദ്ധിച്ചു. തിങ്കളാഴ്ച ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $3 ഉയർന്ന് $104.47 അതേസമയം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അമേരിക്കൻ സാമ്പത്തിക സഹായം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി CBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.